ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ടീച്ചർ അവർക്കൊരു പ്രോജക്റ്റ് കൊടുത്തു. നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി കൊണ്ടുവരണം, മാർക്കുണ്ടാവും. അങ്ങനെ പിള്ളേർ സ്വപ്നങ്ങളൊക്കെ എഴുതി കൊടുത്തു. ടീച്ചർ മാർക്ക് കൊടുത്തു. ഓരോരുത്തർ വെച്ച് മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ് മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും A ആണ് കൊടുക്കുന്നത്. ഏറ്റവും അവസാനം ഒരാൾ മാത്രം ബാക്കി. എൻ്റെ പേര് മോണ്ടി റോബർട്ട്സ് വന്നപ്പോൾ ടീച്ചർ പേപ്പർ കൊടുത്തു. എൻ്റെ സ്വപ്നം എഴുതിയ പേപ്പർ കൊടുത്തു. അത് നോക്കിയപ്പോൾ F, അവന് കൊടുത്തിരിക്കുന്ന ഗ്രേഡ് F. ബാക്കി എല്ലാവർക്കും A ഗ്രേഡ്, അവന് F, ഫെയിൽഡ്. ഞാൻ ചോദിച്ചു, ടീച്ചറെ എല്ലാവർക്കും A കൊടുത്തല്ലോ, എനിക്കും അത്ര എന്ത് F? ടീച്ചർ പറഞ്ഞു, നീ നിൻ്റെ സ്വപ്നം വായിച്ചു നോക്കിയ, നീ എന്ത് സ്വപ്നം എഴുതിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ സ്വപ്നമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിൻ്റെ അപ്പൻ്റെ പണി എന്താ? കുതിര നോക്കുന്ന ആൾ, ജോക്കി. നിനക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. വല്ലവരുടെയും കുതിര നോക്കിയാൽ നിൻ്റെ അപ്പൻ ജീവിക്കുന്നത്. ഇന്നിവിടെയാണെങ്കിൽ നാളെ വേറെ സ്ഥലത്ത്. അങ്ങനെ നാടോടി നടക്കുന്നവനാ. എന്നിട്ട് നീ എന്ത് സ്വപ്നം എഴുതി വെച്ചിരിക്കുന്നത്? 20 ഏക്കർ സ്ഥലം, അതിൻ്റെ നടുക്കൊരു ബംഗ്ലാവ്, പിന്നെ ഒരു ഓസ് ഫാം, ഓസ് റാഞ്ച്, പോണ്ട്, ഗാർഡൻ, ഫാം ഹൗസ്. എടാ, കാണാൻ പറ്റുന്ന നടക്കുന്ന സ്വപ്നങ്ങൾ പോയി കാണുക. ഇത് നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ്. നീ പോയി നിൻ്റെ സ്വപ്നം തിരുത്തിക്കൊണ്ടാ, അപ്പം ഞാൻ നിൻ്റെ മാർക്ക് പരിഗണിക്കാം. എത്ര മാർക്ക് എന്നൊന്ന് പരിഗണിക്കാം. മോണ്ടി റോബർട്ട് സങ്കടമായി. കാരണം അവന് വീട് പോലും ഇല്ല. സത്യമാണ്, ഒരു ടെൻറ്റിലാണ് താമസിക്കുന്നത്. രാത്രി ചെന്നപ്പോൾ അവൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? അവൻ അപ്പൻ്റെ സ്വപ്നം വായിച്ചു കേൾപ്പിച്ചു. അപ്പം പറഞ്ഞു, എടാ, നിനക്ക് ഈ സ്വപ്നം നടക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടോ? എനിക്ക് ഉറപ്പാണപ്പാ, എനിക്ക് ഉറപ്പാണ് ഈ സ്വപ്നം എനിക്ക് നടത്താൻ പറ്റും. എനിക്ക് കുതിരകൾ അത്ര ഇഷ്ടമാണ്. നീ ധൈര്യമായിട്ട് നിൻ്റെ സ്വപ്നം കൊണ്ടുപോടാ. പിറ്റേ ദിവസം വീണ്ടും ടീച്ചറിന് മുന്നിൽ ചെന്ന് അവൻ്റെ സ്വപ്നം വീണ്ടും കൊടുത്തു. ടീച്ചർ വിചാരിച്ചവൻ തിരുത്തി എഴുതിയെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അതേ സ്വപ്നം. ടീച്ചർ അവനോട് ദേഷ്യപ്പെടാണ്, നിന്നോടല്ലേ പറഞ്ഞ തിരുത്തി കൊണ്ടുവരാൻ. അവൻ പറഞ്ഞു, ടീച്ചറെ, എൻ്റെ സ്വപ്നം ഞാൻ വെച്ചോളാം. ടീച്ചറിൻ്റെ മാർക്ക് കയ്യിൽ വെച്ചു. അവൻ പോരാണ്. പക്ഷെ അവൻ സ്വപ്നം വിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മോണ്ടി റോബർട്ട്സ് അവൻ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ 20 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരുപാട് കുതിരകളെ വാങ്ങിച്ചു. ഓസ് റോഞ്ച് ഉണ്ടാക്കി, ഗാർഡൻ ഉണ്ടാക്കി, 2 നില ബംഗ്ലാവ് ഉണ്ടാക്കി. അവൻ ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ഓസ് റൈഡറാണ്, ഓസ് ട്രെയിനറാണ്. എ മാൻ ഹു ലിസൺ ടു ഹോസസ് എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ട് അദ്ദേഹത്തിന് പുസ്തകമുണ്ട്. അതിലെങ്ങനെയാണ് വളരെ നാച്ചുറലായിട്ട് ഓസസിനെ പരിശീലിപ്പിക്കേണ്ടത്, ട്രെയിൻ ചെയ്യേണ്ടതെന്ന് മോണ്ടി റോബർട്ട്സ് പറയുന്നുണ്ട്. മോണ്ടി റോബർട്ട്സ് പറയുന്നത് കുതിരകൾക്കൊരു ഭാഷയുണ്ട്, അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യർക്ക് ആ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞൊരു കുതിരനെ ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് പറയാം. മോണ്ടി റോബർട്ട്സ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഓസ് ട്രെയിനറായി മാറി. അയാൾ സ്വപ്നം കണ്ട പോലെ തന്നെ അയാൾ ചെയ്തു. അയാളുടെ സ്വപ്നത്തെ ഒരു ടീച്ചറെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ മോണ്ടി റോബർട്ട്സ് വിട്ടുകൊടുത്തില്ല. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ജോസഫ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്. ഈശോയുടെ അപ്പൻ്റെ സ്വപ്നങ്ങളാണ്. 3 സ്വപ്നങ്ങൾ കണ്ടതായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗോസ്പലിൽ വായിക്കുന്നത്. ആ സ്വപ്നം വഴിയാണ് മാലാഖ ജോസഫിനോട് പറയുന്നത്, നിന്റെ മകനെ കൊല്ലാൻ രാജാവ് അന്വേഷിക്കുന്നു, നീ ഈജിപ്തിലേക്ക് പോ. ആ രാജാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈജിപ്ത് തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങാൻ പറയുന്നു. ഇസ്രായേലിലേക്ക് വരുമ്പോൾ യൂദയിലേക്ക് അയാളുടെ മകൻ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ പറയുന്നു, യൂദയിലേക്ക് പോ, യൂദയിൽ നിന്ന് ഗലീലിലേക്ക് പോകുന്ന പറയാം. അങ്ങനെ സ്വപ്നങ്ങളിലൂടെ ജോസഫിനെ ദൈവം വഴി നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ കണ്ട ആളാണ് ജോസഫ്. സ്വപ്നങ്ങളുടെ കൂട്ടുകാരനാണ് ജോസഫ്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു രക്ഷകനെ രക്ഷിച്ചവൻ എന്ന പേര് അത് ജോസഫിനുള്ളതാണ്. സ്വപ്നങ്ങൾ വഴിയാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. വളരെ കുഞ്ഞു പ്രായത്തിൽ സ്വപ്നങ്ങൾ കാണണം. ചില ആൾക്കാർ പറയും, ഇത് നടക്കാത്ത മനോഹരമായ സ്വപ്നമാണെന്ന്. വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങളാണ് കണ്ടത്. അത് നിങ്ങൾ ജീവിക്കണം. അത് നേടിയെടുക്കാൻ നിങ്ങൾ അറ്റം വരെ പോരാടണം. എല്ലാവർക്കും ഒരു ഹാപ്പി ഡ്രീം സൺഡേ.